ആ സർ. ആ, ഹലോ. എല്ലാം പഠിച്ചോ? ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ചെറുതായിട്ട് ഇവിടുന്നെല്ലാം ഓടിച്ചു നോക്കാറുണ്ട്. ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അപ്പോ അതെ അതെ. അത് കഴിഞ്ഞാലും തന്നെ ഓടിക്കാൻ റെഡി ആയല്ലോ. അയ്യോ, തന്നെ ഓടിക്കാൻ അത് കുറച്ചും കൂടി സാറ് ഈ ക്ലാസ് കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സാർ ഒന്നും കൂടി വീട്ടിൽ വന്നിട്ട് പഠിപ്പിക്കുക. ആ ആ ആ അതിൻ്റെ എന്താ, വീട്ടിൽ വന്ന് പഠിപ്പിക്കാമല്ലോ. എൻ്റെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു. എല്ലാം മനസ്സിലായോ? ഉം. അപ്പൊ ഇപ്പൊ ഒറ്റയ്ക്ക് ഓടിക്കാറായിട്ടില്ല. അത്ര അങ്ങോട്ട് കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ വിശദമായിട്ടൊന്ന് പഠിപ്പിക്കണം ഒന്നുകൂടെ അല്ലേ. അതെ അതെ. അപ്പൊ വീട്ടിൽ വന്ന് പഠിപ്പിക്കാം. ഉം. നമുക്ക് ഇവിടെ ആകുമ്പോഴേ വലിയ അറിയാമല്ലോ, സൗകര്യം കുറവാണ്, സമയ ലിമിറ്റ് ഉണ്ട്, സമയം കിട്ടത്തില്ല. വീട്ടിൽ വന്നാകുമ്പോൾ നല്ലതായിട്ട് പഠിപ്പിക്കാമല്ലോ. സമയെടുത്ത് നല്ല സമയമെടുത്ത് അങ്ങോട്ട് പഠിപ്പിക്കാം, ഡീറ്റെയിൽ ആയിട്ട്. ആകുമ്പോൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. പിന്നെ തന്നെ ഓടിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇനി നമുക്കൊരു ഒരാഴ്ചയും കൂടെ കാണത്തുള്ളൂ. അതെ. അപ്പൊ നമ്മൾ രണ്ടുപേരും തന്നെ അല്ലല്ലോ, അതെ വേറെ അതെ. ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു തരാനും പറ്റത്തില്ല. ടൈം ലിമിറ്റ് ഉണ്ടല്ലോ, ഒരാൾക്ക് ഇത്ര നേരം അങ്ങനെയല്ലേ പറ്റൂ. അതെ. ഇതാകുമ്പോൾ വീട്ടിൽ വന്നിട്ടാകുമ്പോൾ എനിക്ക് നല്ല സൗകര്യത്തിൽ പഠിപ്പിച്ചു തരാം. പ്രശ്നമില്ല. സമയമെടുത്ത് നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ സമയമുണ്ടല്ലോ, നല്ല വിശദമായിട്ട് പഠിക്കാം. അതെങ്ങനെ, അങ്ങനെ മതിയോ? അങ്ങനെ മതി. ആഹാ. സാർ ഫ്രീ ആകുമ്പോ പറഞ്ഞാൽ മതി, വിളിച്ചാൽ മതി. ആരും വീട്ടിലാരും കാണുമോ? അത് കുഴപ്പമില്ല. ഇങ്ങനെ പോവല്ലേ ചെയ്യാം. നമുക്ക് ഔട്ട് സൈഡ് പഠിക്കാതാ നല്ലത്. കുറച്ച് ദൂരം പോയി പഠിക്കാം. അതാകുമ്പോൾ നല്ലതായിട്ട് പഠിക്കാമല്ലോ, നല്ല വിശദമായിട്ട് പഠിക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഡൗട്ട് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്താ ഡൗട്ട്? അത് അല്ല സാറ് അന്നേരം പഠിപ്പിക്കാൻ വരുമ്പോ ചോദിച്ചോളാം ഞാൻ. അതെ, നമ്മൾ ഈ പഠിക്കാൻ വരുന്ന സമയത്ത് ടൈമിൽ സാരി ഒന്നും അങ്ങനെ കൊടുക്കണ്ട. അതെ അതെ, അത് ഒരു ബുദ്ധിമുട്ടാവുമല്ലേ. ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഇങ്ങനെ അഴിഞ്ഞു പോകുമ്പോഴേ ഒരു ബുദ്ധിമുട്ടാകുന്നുണ്ട്. അത് അല്ലാത്ത വേറെ നോക്കിട്ടെ കംഫർട്ടായിട്ടുള്ള ഇട്ടാൽ മതി. അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവും. മനസ്സിലായോ? ഗിയർ മാറ്റുമ്പോഴൊക്കെ. മനസ്സിലായല്ലോ. നല്ല രസമല്ലായിരുന്നു ക്ലാസ്? കുഴപ്പമില്ലായിരുന്നു സാർ. ഇഷ്ടമായോ? എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ചോദിച്ചോളാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനെ വിളിക്കാം. പിന്നെ നാളെ ക്ലാസ് ഇല്ലേ? നാളെ ഉണ്ട്. പിന്നെ നാളെ രാവിലെ വരണം. രാവിലെ കുറച്ച് സമയം ആരും കാണത്തില്ലല്ലോ, പിന്നെ എല്ലാവരും വരത്തില്ല. അപ്പൊ രാവിലത്തെ ടൈമിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ആരും ഇല്ലാത്തതുകൊണ്ട് എളുപ്പമാണല്ലോ, കുറച്ചുകൂടി ഈസി ആവും. പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഓടിക്കണം, പിന്നെ ആ ഒരു ടൈം അങ്ങനെ അങ്ങ് പോകും. ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ നല്ല വിശദമായിട്ട് പഠിക്കാം. സാറും ടയേർഡ് ആവൂലേ എല്ലാരും വരുമ്പോഴത്തേക്ക്? ഇപ്പൊ ഒറ്റയ്ക്കാവുമ്പോൾ പിന്നെ എനിക്ക് അത്ര പ്രശ്നം വരുന്നില്ല. നല്ല സമയമെടുത്ത് വിശദമായിട്ട് പഠിപ്പിക്കും. ഒരു മണിക്കൂറോളം സമയം കിട്ടും. അപ്പൊ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് നല്ല രീതിക്ക് നല്ലതായിട്ട് ഓടിക്കാൻ ചെയ്ത് പാകത്തിനാക്കി തരാം. അതിനിടയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്യാം. അപ്പൊ ഓക്കെ അല്ലേ? പിന്നെ വേറൊന്നും സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇനി ടെസ്റ്റിന്റെ സമയത്ത് ഒരു പേടി. ടെസ്റ്റിന്റെ സമയത്ത് ഞാനുണ്ടല്ലോ കൂടെ, പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്തേക്ക് റെഡിയാക്കി തരാം. ടെസ്റ്റിന് മുമ്പേ നമുക്ക് റെഡിയാക്കാം. 2-3 ദിവസം കൂടെ മതിയല്ലോ. അല്ല സാറ് എനിക്ക് മാത്രമായിട്ട് എടുക്കുമോ?
നിനക്ക് മാത്രമായിട്ട് എടുത്തു തരാം. പഠിപ്പിച്ച് നല്ല ഒന്നാം തരമായിട്ട് പഠിപ്പിച്ചു തരാം. നല്ല അത് ഏത് അടിപൊളിയായിട്ട് ദിവസം? പഠിപ്പിച്ചു. ഉം. അല്ല, നമ്മുടെ ക്ലാസ്സിന്റെ സമയം കഴിഞ്ഞിട്ട് പിന്നെയും എക്സ്ട്രാ ടൈം എക്സ്ട്രാ ടൈം എടുക്കാം. ക്ലാസ് ഉച്ച വരെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എല്ലാരും ഓൾമോസ്റ്റ് പഠിച്ചെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കുറവ് പോലെ. അതാ പറയാം, ഉച്ച വരെ അല്ലേ ക്ലാസ് ഉള്ളൂ. ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് വൈകിട്ട് വരെ പഠിക്കാം. സാറ് ഫ്രീ ആവും അപ്പൊ? ഞാൻ ഫ്രീ ആവാം. കുറച്ച് ദൂരത്തേക്ക് പോയിട്ടേ, അപ്പൊ നമുക്ക് നല്ല ഒന്നാം തരമായിട്ട് നല്ല അധികം വാഹനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്തോട്ട് പോയാൽ മതി. അതാ പഠിക്കാൻ എളുപ്പം. വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ. ഇപ്പൊ ഇങ്ങനല്ലേ പഠിക്കണ്ടേ. അപ്പൊ മതി കുറച്ച് ലോങ് പോയിട്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലത്ത്. അല്ല, ഈ കാറ്റൊക്കെ കേറുമ്പോ ഒരു പേടി. ഇങ്ങനെ കേറി ആവുമ്പോ ശരിയാവുള്ളല്ലേ കയറ്റം? കേറി അത് നല്ലതായിട്ട് കയറണം. ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടാ, പിന്നെ അങ്ങോട്ട് അതങ്ങ് ശീലമാവും. അല്ല, കുന്ന് കയറുമ്പോ ഇങ്ങനെ പിന്നെ ഹാഫ് ക്ലച്ചിലൊക്കെ ഇങ്ങനെ കയറത്തില്ലേ? അത് ഇങ്ങനെ കയറിക്കോളല്ലേ? പിന്നെ അത് ആദ്യം ഒന്ന് ഹാഫ് ക്ലച്ച് നോക്കണം, പിന്നെ ട്രൈ ചെയ്താൽ മതി. അത് കയറിക്കോളും, കുഴപ്പമില്ല. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. അതെനിക്ക് തോന്നുന്നു കാണിക്കുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. പറയുന്നതിനേക്കാൾ കൂടുതലേ കാണിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. അതിപ്പോ നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ടായാലേ പറ്റത്തുള്ളൂ വിശദമായിട്ട് പഠിപ്പിക്കാൻ. മനസ്സിലായല്ലോ? മറ്റുള്ളവരുണ്ടെങ്കിൽ പറ്റത്തില്ല. കുറച്ച് കയറ്റം കയറി പഠിക്കാം. അതാകുമ്പം എനിക്ക് അത് ഭയങ്കര ടഫായിട്ട് തോന്നുന്നു. അതെ അത് ഞാൻ നല്ലതായിട്ട് പഠിപ്പിച്ചു തരാം. അതിപ്പം നമ്മൾ രണ്ടുപേരെ മാത്രമായാലേ പറ്റത്തുള്ളൂ. അങ്ങനെ നോക്കാം. പിന്നെ റിവേഴ്സ് ചെയ്യുന്നത്, റിവേഴ്സും ട്രൈ ചെയ്യാം, രണ്ടും ട്രൈ ചെയ്യാം. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു എളുപ്പം കുന്ന് കയറുന്നതാണ്. റിവേഴ്സ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അല്ല, അത് കയറി ഒരു തവണ കയറി കഴിഞ്ഞാൽ അത് എനിക്ക് കുറച്ചുകൂടെ ഞാൻ തന്നെ തനിയെ നോക്കിയിട്ട് ചെയ്തിട്ട്. ഒരു തവണ കയറിയ എളുപ്പമായി, പിന്നെ അങ്ങോട്ട് കയറിക്കോളും, ബുദ്ധിമുട്ടില്ല. കുന്നും അങ്ങനെ തന്നെ, ഒരു തവണ ഒന്ന് കയറി കിട്ടിയാൽ മതി. പിന്നെ അതങ്ങ് ഇതായിക്കോളും, കുഴപ്പമില്ല. അതിപ്പോ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അപ്പൊ ഈസി ആയിട്ട് എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റും. വലിയ തിരക്കില്ലാത്തടത്തെ പോയാൽ മതി. ഓക്കെ. പിന്നെ ജംഗ്ഷനൊക്കെ വരുമ്പോ ഒരു പേടി. അല്ല, നമ്മൾ ജംഗ്ഷൻ ടച്ച് ചെയ്യുന്നില്ലല്ലോ, നമ്മൾ ഉള്ളിലോട്ടല്ലേ പോകുന്നേ. അല്ല, ജംഗ്ഷനൊക്കെ അത് പഠിക്കണ്ടേ അന്നേരം? അല്ല, ആദ്യം നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് മാറി പഠിക്കാം, പിന്നെ നമുക്ക് ജംഗ്ഷൻ നോക്കാം. ആദ്യം കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് വിശദമായിട്ടൊന്ന് പഠിക്കാം. അത് ക്ലിയർ ആയതിനു ശേഷം ബാക്കി നോക്കാം. അതായത് കുന്ന് കയറി ഇങ്ങനെ കുന്നിൽ നിർത്തിക്കൂലേ കയറ്റത്തില്? അതപ്പോ പുറകിലോട്ട് വരുമോ എന്നൊക്കെ ഒരു പേടി. കേറിയതല്ലേ, അങ്ങനെ പുറമോട്ട് വരത്തില്ല. കേറേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, കേറി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. മനസ്സിലായല്ലോ? ആദ്യത്തെ കയറുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അതെല്ലാം ശരിയാക്കി തരാം. പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സാരി ഉടുക്കണ്ട, അതൊരു ബുദ്ധിമുട്ടാണ്. വേറെന്തെങ്കിലും ക്ലോത്ത് ഇട്ടാൽ മതി, കുറച്ചുകൂടെ എളുപ്പമാവേ. സാരി ഇങ്ങനെ അത് ഡ്രൈവ് ചെയ്യുമ്പോ സാരി പറ്റത്തില്ലല്ലോ അല്ലേ? ഞാനന്ന് പിന്നെ ഒരു ഫംഗ്ഷന് പോയിട്ട് പിന്നെ അതുവഴി ക്ലാസ്സിന് അങ്ങനെ വന്നതാ. അതുകൊണ്ടാ പിന്നെ ഡ്രസ്സ് മാറാൻ പറ്റാഞ്ഞെ. അല്ല, സാരി ആകുമ്പോഴേ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതെ. വേറെ എന്തെങ്കിലും നമുക്ക് എളുപ്പമായി, കുറച്ചുകൂടെ എളുപ്പമാണ്. ഓടിക്കാനും എളുപ്പമാ, പഠിക്കാനും എളുപ്പമാ. ഓക്കെ സാർ, എന്നാ നാളെ കാണാം.